ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കുക. അപ്പോൾ രോഹിത്തിന് മാത്രം ഉറക്കം വരുന്നില്ല. രോഹിത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ചുമയ്ക്കുക, ഉച്ചത്തിൽ ചുമയ്ക്കുക. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ വന്നു. അലീന വന്നപ്പോൾ ഭയങ്കര ഒച്ച കേൾക്കുന്നു. അലീനയ്ക്ക് മനസ്സിലായി രോഹിത്തിന് വയ്യ എന്നുള്ളത്. ഓടി അന്നേരം റൂമിലേക്ക് ചെന്നു. രോഹിത്തെ എന്ന് പറഞ്ഞ് വിളിച്ചു. മോനെ, ഇപ്പോൾ ഭയങ്കര ചുമയാ. രോഹിത്തെ, നിനക്ക് തീരെ വയ്യേ, എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ നല്ല പനി. അയ്യോ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഓടി ചെന്ന് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് പിന്നെ ഓടി അടുക്കളയിലേക്ക് ചെല്ലുക. അടുക്കളയിലേക്ക് ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്തിന് എന്തോ കുടിക്കാൻ ചുക്കാപ്പി എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ബബിതയെ കണ്ടപ്പോൾ ഞെട്ടി അലീന. നീ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. നീ എന്താ ഇവിടെ? വെറുതെ, മണി 12:45. അപ്പോൾ എനിക്കറിയാവുന്ന പറഞ്ഞു. ഇതെന്തിനാ ഈ വെള്ളം അടുപ്പത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ രോഹിത്തിന് ചുമയും ശ്വാസം മുട്ടലും കുറച്ച് ചൂട് പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. ചെസ്റ്റ് ഇൻഫെക്ഷനോ? അപ്പോൾ നെഞ്ചിൽ നീർക്കെട്ടുണ്ടേ, ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ ചോരയാ തുപ്പുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പോലീസിൻ്റെ ഇടി കൊണ്ടതിൻ്റെ ആണോ എന്ന് ബബിത ചോദിച്ചപ്പം ആയിരിക്കുമെന്ന് അലീന പറഞ്ഞു. ജയിലിൽ നിന്നും കുറേയൊക്കെ കിട്ടി കാണത്തില്ലേന്നും ചോദിക്കുക. അങ്ങനെ അലീന ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് അത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാം. മോളെ, ഈ ചുക്ക് കാപ്പി ഒന്ന് മുകളിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. ദേ, വെള്ളം തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാവെന്ന് ചോദിച്ചു. ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ബബിത അവിടെ നിൽക്കുക. അലീന മുകളിലോട്ട് കയറി പോവുകയും ചെയ്തു. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ബബിത ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ രോഹിത് അകത്ത് കിടന്ന് ഭയങ്കര ചുമ. അപ്പോഴത്തേക്കും അലീന ചുക്ക് കാപ്പിയായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. രോഹിത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അത് കഴിഞ്ഞ് മരുന്നും ഇതെല്ലാം കൊടുത്ത് ചുക്ക് കാപ്പിയും കൊടുക്കുക കേട്ടോ, അടുത്ത് ചെന്നിരുന്ന്. അപ്പോൾ അത് മേടിച്ചു. രോഹിത്ത് എന്നിട്ട് അത് പതുക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും നെഞ്ചൊക്കെ തിരുമ്മിക്കൊടുത്ത് അലീന ഇങ്ങനെ തൊട്ടരികിൽ ഇരിക്കുവാണ്. അങ്ങനെ മരുന്നും കഴിപ്പിച്ച് അങ്ങനെ അലീന ബാമൊക്കെ എടുത്ത് നെഞ്ചിലും കഴുത്തിലും ഒക്കെ ഇങ്ങനെ തൂത്തൊക്കെ കൊടുത്തു. ഇതൊക്കെ രോഹിത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ. എന്നിട്ട് ആ ചുക്ക് കാപ്പി മുഴുവനും രോഹിത്ത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ചുക്ക് കാപ്പി മുഴുവൻ കുടിച്ച് എനിക്ക് മതിയെന്ന് പറഞ്ഞ് കുറച്ച് ബാക്കി വെച്ചങ്ങ് കൊടുത്തപ്പം മുഴുവൻ കുടിക്കാൻ പറഞ്ഞ അലീന അങ്ങനെ അത് മുഴുവനും ഗ്ലാസ്സിലൊരു തുള്ളി പോലും ഇല്ലാതെ കുടിപ്പിച്ചു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഗ്ലാസ്സൊക്കെ മേടിച്ചു അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഷർട്ട് ഊരുവാണെങ്കിൽ പുറത്തും നെഞ്ചിലും കുറച്ച് ബാം പുരട്ടിയിട്ട് ആവി പിടിക്കാം, നല്ല ആശ്വാസം കിട്ടുമെന്ന് അലീന പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്ത് പതുക്കെ ബനിയൻ ഊരി ആ സമയത്ത് പതുക്കെ പിടിച്ച് രോഹിത്തിനെ ഇങ്ങനെ കിടത്തി. അത് കഴിഞ്ഞ് നെഞ്ചിലും പുറത്തും ഒക്കെ അലീന ഇങ്ങനെ ബാം പുരട്ടി ഇങ്ങനെ തൂത്ത് കൊടുത്തു. രോഹിത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുക കേട്ടോ ചേച്ചിയെ. അങ്ങനെ പുറകിലോട്ട് തിരിച്ച് കിടത്തി. അങ്ങനെ പുറത്തും കുറേ ബാമൊക്കെ തേച്ച് നല്ലപോലെ തൂത്തൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും വെള്ളമായിട്ട് ബബിത അങ്ങോട്ടേക്ക് വന്നു. വെള്ളം തിളച്ചു, ചൂട് പിടിക്കാനല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടേ കൊടുത്ത് അതവിടെ കൊണ്ടേ വെക്കും. അപ്പോൾ അലീന അന്തം വിട്ട് ബബിതയെ നോക്കും. ബബിത ഇതൊക്കെ ചെയ്യുന്നോ ദൈവമേ? അങ്ങനെ എന്നിട്ട് നമ്മുടെ അലീന ബബിത കൊണ്ടേ കൊടുത്ത് വെള്ളവും മേടിച്ച് വെച്ച് ആ തോർത്തും വാങ്ങിച്ച് അങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ താങ്ക്സും പറഞ്ഞു അലീന എന്നിട്ട് ബബിതയോട്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ നിന്ന് രോഹിത്തിന് ഇങ്ങനെ ആവി പിടിച്ചു കൊടുക്കുക, ഇങ്ങനെ ചൂട് നെഞ്ചിലും പുറത്തും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് ബബിത ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ. ഇനി തിരിഞ്ഞു കിടന്നേ എന്നും പറഞ്ഞ് പുറത്ത് പിടിച്ചു കഴിഞ്ഞപ്പം രോഹിത്തിനോട് പറഞ്ഞു. രോഹിത്ത് പതുക്കെ മയങ്ങി തുടങ്ങിയായിരുന്നു. പിന്നെ അലീന തന്നെ തിരിച്ച് കിടത്തി. അതിന് ശേഷം പിന്നെ നെഞ്ചിലും ഇങ്ങനെ ചൂടൊക്കെ പിടിക്കുക. ആ ചൂടെല്ലാം ഊതി ഇങ്ങനെ പതുക്കെ തുടച്ച് ഇങ്ങനെ എടുക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ ബബിത ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ചൂട് പിടുത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുകൊണ്ടൊന്ന് അലീന എന്നിട്ട് അപ്പുറം മാറ്റി വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഷർട്ട് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ രോഹിത്തിനെ കൊണ്ട് ഷർട്ട് ഇടിപ്പിക്കുക. അപ്പോൾ അതൊക്കെ രോഹിത്ത് എഴുന്നേറ്റു. അങ്ങനെ അലീന ഷർട്ടൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു. ഇതെല്ലാം കണ്ട് ബബിത ഇങ്ങനെയൊക്കെ. അപ്പോൾ ബബിതയും പതുക്കെ ഓരോ നിനക്ക് കൂടി കൊടുക്കുന്നുണ്ട് ഷർട്ട് ഇടാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ചേച്ചിയും അനിയത്തിയും കൂടെ ചേർന്ന് രോഹിത്തിനെ നല്ല പൊന്നു പോലെ നോക്കുക കേട്ടോ. അങ്ങനെ പതുക്കെ അത് ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചാരി കിടത്തി. വൈജ പിന്നെ ഇതൊന്നും അറിയുന്ന പോലുമില്ല. വൈജയാണെങ്കിൽ താഴെ റൂമിൽ നല്ല സുഖവാസത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത മരുന്നുകളൊക്കെ എടുത്തെടുത്ത് വെച്ചു. അതിന് ശേഷം അടുത്ത വാട്ടർ ബാഗ് എടുത്തു. വാട്ടർ ബാഗിലേക്ക് ആ ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ എന്നിട്ട് അത് രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് പിടിച്ചോ, നെഞ്ചിൽ ഈ വാട്ടർ ബാഗ് വെച്ചുകൊണ്ട് കിടന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ചുമ അത് മാറാത്ത. ചൂട് ചെല്ലുമ്പോൾ ആശ്വാസം കിട്ടും കേട്ടോ എന്നും അലീന ഇങ്ങനെ പറയണു. എന്നിട്ട് അതും രോഹിത്തിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രോഹിത്തിനെ പതുക്കെ പിടിച്ച് കിടത്തി. കയ്യിലേക്ക് അത് കൊടുത്തിട്ട് നെഞ്ചിൽ അത് വെച്ച് കിടന്നോളാൻ പറഞ്ഞു. അപ്പം രോഹിത്ത് അലീന പറഞ്ഞതുപോലെ തന്നെ നെഞ്ചിൽ വെച്ച് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നില്ലേ എന്ന് അലീന രോഹിത്തിനോട് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടുക രോഹിത്ത്. ഞാൻ പോയി കിടന്നോട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അവരങ്ങ് പോവുക. ആ സമയത്ത് പോകാം ബബിതയും പറഞ്ഞു കേട്ടോ. അങ്ങനെ അലീന അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ബബിത ഇങ്ങനെ
അലീനെ തന്നെ നോക്കി നിൽക്കുക. അലീനയുടെ കൂടെ ബബിത അങ്ങ് ഇറങ്ങിപ്പോയില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലീനയ്ക്കാണെങ്കിൽ അങ്ങനെ ഒന്നും നോക്കാനുള്ള ഇതില്ലല്ലോ. അലീന അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ബബിത രോഹിത്തിനെ തന്നെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ നെഞ്ചിലെ വാട്ടർ ബാഗും വെച്ച് ചെറിയ ചുമയുണ്ട്, എന്നാലും ഒരുപാട് ആശ്വാസമുണ്ട് രോഹിത്തിന്. അങ്ങനെ രോഹിത്ത് കിടക്കുമ്പോൾ ബബിത അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. നേരം വെളുത്തു, രാവിലെ ആയി കഴിഞ്ഞു. അലീന മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കുറേ ചേട്ടന്മാർ ആ വീടിൻ്റെ വാതുക്കൽ വന്നിങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അവനകത്തുണ്ട്. അവളോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ. അപ്പോൾ അവിടുത്തെ പെണ്ണല്ലേ, നമുക്ക് ചോദിക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ കുറേ പേര്. അതാ പെങ്കൊച്ചിനും എല്ലാം അറിയാമായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ നിൽക്കും. അപ്പം അലീന മുറ്റമടിക്കാൻ ഇറങ്ങി ചെന്നതാ. അപ്പോൾ പത്രം വന്നപ്പോൾ പത്രം എടുത്തതെന്ന് നോക്കിക്കൊണ്ട് ജസ്റ്റ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവരെ അലീന കാണുന്നത്. ഇവരെല്ലാവരും കൂടെ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് വന്നു. കയറി വന്നു കഴിഞ്ഞപ്പോൾ അലീന ഇവരുടെ അടുത്തേക്ക് ചെന്നു. എന്ത് വേണമെന്ന് ചോദിച്ചു. അവനില്ലോ ഇവിടെ? അവനോ? ആരില്ലേന്ന്? അല്ല അവന് പേരില്ലേന്ന് അലീന ചോദിച്ചു. രോഹിത് ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ. രോഹിത് ഉണ്ടല്ലോ, എന്താ കാര്യം? അതെ, ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. അപ്പം എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചു അലീന. അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാമെന്ന് ഈ വന്നവന്മാർ. കാര്യം പറഞ്ഞാൽ ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞോളാം. നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അലീന, നിനക്കെന്താ കാര്യം ഇതിൽ ഇടപെടാൻ? അപ്പം ഒരു കാര്യവും ഇല്ല. എന്നെ വിളിച്ച് രോഹിത് ഉണ്ടോ എന്ന് നിങ്ങളല്ലേ ചോദിച്ചത്? അതെ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ ആളാവാനൊന്നും നോക്കണ്ടെന്ന് അവർ പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന ആ ഗേറ്റ് അങ്ങ് അടയ്ക്കുന്നു. അപ്പോൾ നിൽക്ക് ഗേറ്റ് അടയ്ക്കാൻ വരട്ടെ എന്ന്. അപ്പോൾ ഇത് എൻ്റെ ജോലിയാ, ഇതിലിടപെടാൻ നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത്? ഞാൻ ഗേറ്റ് തുറക്കും, ഗേറ്റ് അടയ്ക്കും. അതെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്ന് വന്നവർ. എന്താ? അവനോട് ഒന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറ, ഒരു അവാർഡ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവാർഡാ? അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള റേപ്പിസ്റ്റിനുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അർഹതപ്പെട്ടവരുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുത്താൽ പോരെ എന്ന് അലീന ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവാർഡ് വേണ്ടെങ്കിൽ പറ, താഴെ വന്ന് അവാർഡ് നിരസിക്കാൻ. ഞങ്ങൾക്ക് എന്തായാലും അവനെ ഒന്ന് കാണണം, കണ്ടിട്ടേ പോകുന്നുള്ളൂ ഇവന്മാർ നിർബന്ധം പറയുമ്പോൾ ആർക്കൊക്കെയാണ് കാണേണ്ടത്? ഒന്ന് ലൈനായിട്ട് നിൽക്കാവോ എന്ന് അലീന. എന്നിട്ട് ഫോൺ എടുത്ത് ആദ്യം കാണേണ്ട ഒരു മുന്നോട്ട് വന്നു എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ നോക്കി. അപ്പോഴേക്കും ഇവർ ജീവനും കൊണ്ട് ഓടി. അയ്യോ പോവല്ലേ എന്നും പറഞ്ഞ അലീന. ഓടിയേ, രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു കേട്ടോ, ഇപ്പം തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്നും അലീന പറയാം. അപ്പോഴത്തേക്കും അവന്മാർ ജീവനും കൊണ്ടൊരു ഓട്ടോ ആയിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന രാവിലെ ഇറങ്ങിക്കോളും, ഒരു പണിയില്ലാതെ കുറേ എണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് ഗേറ്റും അടച്ച് മുറ്റം അടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ചേച്ചി, അതായത് വൈജ, അപ്പം അത് നടന്ന് കട്ടിലയിലൊക്കെ വന്നിരിക്കുക. എന്നിട്ട് മുറിയിലേക്ക് നമ്മുടെ കൃഷ്ണ കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് വന്നു. അമ്മയ്ക്ക് ജ്യൂസ് എന്ന് പറഞ്ഞു. എന്നെ ഇതിനകത്ത് കൊണ്ട് ഇട്ടേക്കുവാണോ? ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ ഒരു കള്ളനെ കൊണ്ട് പൂട്ടിയിട്ടേക്കുന്നല്ലോ, ഇട്ടേക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കള്ളന്മാരാണെന്നാണോ അമ്മ പറയുന്നത് എന്ന് കൃഷ്ണ ചോദിച്ചു. കള്ളൻ്റെ കൂടെ കൂട്ടു നിൽക്കുന്നവരും കള്ളന്മാർ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് വൈജ. ഈ പറയുന്നതൊക്കെ കള്ളത്തരം ചെയ്തവരെയും ചെയ്യിച്ചവരെയും ചെയ്യുന്നവരൊക്കെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ. അപ്പം നീ എന്താ അങ്ങനെ ഒരു കൂട്ടിച്ചോദ്യം എന്ന് വൈജ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൃഷ്ണ. അവളെന്തിയേ ബബിത? അപ്പോൾ റൂമിൽ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അവൾ ഏത് നേരം ഈ ഫോണിൽ കളിച്ചുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണെന്ന് വൈജ ചോദിക്കുമ്പോൾ അമ്മ നേരിട്ട് എന്ന് ചോദിച്ചു നോക്കാം, അപ്പം അറിയാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. കൃഷ്ണയെ മര്യാദയ്ക്ക് സംസാരിച്ചോളണം, വായെടുത്താൽ തർക്കുത്തരവും വലിയ വായിലും വർത്തമാനവും മാത്രമേ ഉള്ളൂ നിനക്കൊന്നും പറഞ്ഞുകൊണ്ട് വൈജ കൃഷ്ണയെ ഇട്ട് പേടിപ്പിക്കാം. കൃഷ്ണ ഇതൊക്കെ കേട്ടിട്ടും മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നിന്റെ പ്രായത്തിനനുസരിച്ചുള്ള സംസാരം സംസാരിച്ചാൽ മതി നീ. അപ്പം ഞാൻ സംസാരിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് പകരം പ്രായമുള്ളവരും മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് കൃഷ്ണ പറഞ്ഞു. നീ പോയിക്കേ, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും അതേ വർത്തമാനോ? ഞാൻ പോയേക്കാവേ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് അന്നേരം അങ്ങ് പോയ കൃഷ്ണ തിരിച്ചു വന്നിട്ട്, അതെ അമ്മ എന്താ അച്ഛനോട് സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സൗകര്യമില്ലാഞ്ഞിട്ട്. സത്യം പറ, അമ്മയ്ക്ക് എന്നാ അച്ഛനോട് സംസാരിക്കാൻ മടിയല്ലേ? അതുകൊണ്ടല്ലേ? അപ്പോൾ എനിക്ക് ഒരു മടിയില്ല, ഞാനെന്തിനാ മടിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാ ഇന്നലെ അപ്സ്റ്റെയറിൽ വെച്ച് അച്ഛനെ കണ്ടപ്പോൾ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ബാലചന്ദ്രൻ എന്നോട് മിണ്ടിയായിരുന്നോ? എന്നോടൊരു തരി പോലും വിലയില്ലാത്ത ഒരാളോട് ഞാൻ എന്തിനു പോയി മിണ്ടണമെന്ന് ചോദിച്ചു. ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നതാ, മരണക്കിടക്കയിൽ നിന്ന്. എനിക്ക് എങ്ങനെയുണ്ടെന്ന് അയാൾക്ക് അറിയണ്ട, പിന്നെ എന്തിനു ഞാൻ പോയി സംസാരിക്കണമെന്നൊക്കെ ഇങ്ങനെ ചേച്ചി ചോദിക്കുക. അല്ല, ഇതിനൊക്കെ ഞാൻ എന്തിനു നിനക്ക് എക്സ്പ്ലനേഷൻ തരണം? നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ? ആ ഒരു സംശയം കാണുമെന്ന് എനിക്ക് തോന്നിയായിരുന്നേ. ഞാൻ അമ്മയുടെ മോളാ, അതറിയത്തില്ലേ? നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ എത്ര വിഷമം ഉണ്ടാകുന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇതൊക്കെ നീ നിൻ്റെ അച്ഛനെ പോയെന്ന് ഓർമ്മിപ്പിക്കുക, അല്ലാണ്ട് എന്നെ പഠിപ്പിക്കാൻ വരില്ലേ നീ, കേട്ടല്ലോ. അമ്മയെ പഠിപ്പിക്കാൻ ഞാൻ ആരാ, ഇടയ്ക്ക് ഞങ്ങളെയും കൂടി ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞതാണെന്ന് കൃഷ്ണ പറയുമ്പോൾ നീ പോയിരുന്നെല്ലാം പഠിക്കാൻ നോക്കുക, ചുമ്മാ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരാതെ, അപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞെന്ന് പറഞ്ഞു. നീ എന്നതേലും ഒന്ന് പോയി ചെയ്യാവോ, വെറുതെ എന്നെ തലപ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോകാവോ, അല്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ അടുത്ത് പോയിരിക്കാം, അവളെ കൊണ്ട് ഇങ്ങനൊരു ഉപദ്രവം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് അച്ഛനോടും പറയാറ്, അമ്മയോട് സംസാരിച്ച പ്രാന്ത് പിടിക്കുമെന്ന്. എന്തോ അടി നീ കിടന്ന് പെറുപെറുക്കുന്നത്, ഇപ്പോൾ ഒന്നുമില്ല എൻ്റെ അമ്മയെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എടീ, ദേ എന്തേലും ഉണ്ടെങ്കിലേ എൻ്റെ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ പെറുപുറത്തോണ്ട് അല്ലടി പോകേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയോട് ദേഷ്യപ്പെടുക വൈജ. എൻ്റെ സംസാരത്തിന് എനിക്ക് 2 അടിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞതാ അമ്മേ, സോറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി. എടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ ഇങ്ങനെ നിൽക്കുക ഭയങ്കര ദേഷ്യത്തിൽ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അലീന ചെന്ന് രോഹിത്തിനെ പല്ല് തേപ്പിക്കുന്നു. അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. പാത്രമൊക്കെ പിടിച്ച് തുപ്പിക്കാനും അതുപോലെ മുഖം കഴുകാനും ഒക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ നമ്മുടെ കൃഷ്ണ കാണുക. എന്നിട്ട് കൃഷ്ണ ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്തേക്ക്, അച്ഛാ അപ്പം ഞാനിവിടെ ഉണ്ടടി, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അച്ഛനെങ്കിൽ ഇറങ്ങി വന്നൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നീ ആ സൂത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വേഗം വന്നേ, പെട്ടെന്ന് തീരുമാ അച്ഛാന്ന് പറഞ്ഞു. മതി ചെയ്ത അച്ഛൻ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച അച്ഛനെ കൊണ്ടുപോവുക. ഇവക്കടെ ഒരു കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നു. ഈ സമയത്ത് രോഹിത്തിൻ്റെ മുടിയൊക്കെ ചീകി കണ്ണാടിയൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അലീന. രോഹിത്ത് മുടിയൊക്കെ ചീകി എല്ലാം നല്ല വൃത്തിയായി ഇരിക്കുന്നു. ഇതൊക്കെ ചേച്ചി അനിയനും കൂടെ ചെയ്യുന്നത് കൃഷ്ണ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കും അച്ഛനെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ബാലനും ഭയങ്കര സന്തോഷമായി. അലീന എന്നിട്ട് അടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുക. ഇവർ രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടേബിൾ കൊണ്ടുവന്നിട്ടു. ടേബിൾ കൊണ്ടിട്ടിട്ട് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. അതെല്ലാം എന്നിട്ട് ഇങ്ങനെ വാരി കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ബാലൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അലീന പിന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് മരുന്നെടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ അലീന ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ രോഹിത്തിനെ നോക്കുന്നതും രോഹിത്ത് തിരിച്ചു പ്രതികരിക്കുന്നതും ഇതൊക്കെ കണ്ട് ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.